നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമായി ഒരു കാര്യം പറയാം. നിങ്ങൾ ദയവായി മെസ്സേജ് അയക്കുമ്പോൾ വാട്സപ്പിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും കൃത്യമായി അറിയാമെങ്കിൽ അയക്കുക. അതിൽ വെക്കണമെന്നൊന്നുമില്ല, കാരണം വിളിക്കുമ്പോൾ പലർക്കും അത് അറിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് പറയുന്നതിലൊരു പരിമിതിയുണ്ട്. അതുകൊണ്ട് കഴിവതും അതൊന്ന് സംഘടിപ്പിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പോഴും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുമെന്നൊക്കെ ചോദിച്ചൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. സൂര്യ ടി വി. അതെ, ഹരിയ. കിട്ടി അതാ വിളിച്ചത്. എനിക്ക് എന്റെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. ഒന്ന്, അവന് ജോലി ഇപ്പൊ ചെയ്യുന്നതുകൊണ്ടിരിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാവോ? ഹലോ ചേട്ടാ, ഡേറ്റ് ഓഫ് ബർത്ത് 13/11/84. സമയം 7:47 PM ആണോ? AM. 7:47. തിരുവാതിര നക്ഷത്രം. അതെ അതെ. ചൊവ്വാഴ്ച ദിവസം തുലാം 28-ാം തീയതി. ചേട്ടാ, മോനെ സംബന്ധിച്ച് കല്യാണം നടന്നില്ല ഇതുവരെ അല്ലേ? ഇപ്പൊ ജോലിയുടെ കാര്യത്തിലും ചേട്ടാ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ശനിദശാ കാലമായിരുന്നു. അതിപ്പോ ഒന്ന് മാറുകയാണ്. ജോലിയുടെ കാര്യത്തിലും മറ്റുമൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടുന്ന ഒരു പീരീഡാണ് ഇപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പൊ വളരെ നല്ല തടസ്സങ്ങൾ ഉണ്ടാവും ചേട്ടാ. വെറുതെ നടക്കേണ്ടത് പോലും അടുത്ത് വരെ വന്നിട്ട് തട്ടിമാറി പോകുന്ന മാതിരി പോകുന്ന ഒരു പീരീഡാണ്. ദാ റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ വരെ വന്നിട്ട് മാറിപ്പോവും. അപ്പൊ തടസ്സം വരുമ്പോ പതറരുത്. വീണ്ടും 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 ട്രൈ ചെയ്തോണം. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വല്ലാത്ത കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എത്ര മാരേജ് പോർട്ടലിലും ആൾക്കാരായിട്ടും അഡ്വർടൈസ് ചെയ്തിട്ടും ഒക്കെ ട്രൈ ചെയ്തു. ഒന്നും ശരിയായിട്ട് വരുന്നില്ല ചേട്ടാ. ഈ 2024 മാർച്ച് 17 മുതലാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു സമയം വിവാഹവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അതിനുശേഷം കുറച്ചുകൂടി അതിനുശേഷം കുറച്ചുകൂടി അനുയോജ്യമായ ഒരു രീതിയിലേക്ക് വരും. മാർച്ച് 17. ഇപ്പൊ കുറച്ച് തടസ്സങ്ങളുടെ പീരീഡ് ആണ് ചേട്ടാ. വെറുതെ നടക്കേണ്ടത് പോലും കുറച്ച് ഡിലേ വന്ന് പോകുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഡിലേ വരുമ്പോ പതറാതെ വീണ്ടും വീണ്ടും അത് ജോലിക്ക് പോകാതിരിക്കുക. അങ്ങനെ സമയം നോക്കി ജോലിക്ക് പോകാൻ പറ്റുമോ? ജോലിക്ക് ശ്രമിക്കണം. ചേട്ടാ, അത് വിട്ടിട്ട് ട്രൈ ചെയ്യരുത്. ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ശ്രമിക്കാൻ പറയണം. കുറച്ചുകൂടെ നല്ല സമയത്തിലേക്ക് വരികയാണ്. കാരണം കുറേ നാളായിട്ട് ഇയാൾക്ക് ശനിദശാകാലമായിരുന്നു ചേട്ടാ. അത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയും വലിയ മെന്റൽ സ്ട്രെയിൻ ഉണ്ടാക്കുകയും പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ലാത്ത ജോലിയൊക്കെ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന പീരീഡ് ആയിരുന്നു. അതിപ്പോ ഒന്ന് മാറുകയാണ്. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.